നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ മത്സരങ്ങൾ നടന്നിരുന്നു. 4 മത്സരങ്ങൾ ഇന്നലെ നടന്നു. സോ ഫസ്റ്റ് മാച്ചിന് നമ്മൾ കണ്ടത് ബയൺ മ്യൂണിക്ക് ഓക്ലൻഡ് സിറ്റിയെ എടുത്തിട്ട് കുടയുന്നതാണ്. 10-0 ഒരു വിജയമാണ് ബയൺ മ്യൂണിക്ക് നേടിയത്. സോ മാച്ചിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ഞാൻ ആ മാച്ചിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഹൈലൈറ്റ്സ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10 ഗോള് കൂടുതൽ അടിക്കായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ, സത്യം പറഞ്ഞാൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഗോൾ കീപ്പർ ആയിരുന്നു. പുള്ളി ധാരാളം സേവുകൾ നടത്തി, 7ഓളം സേവുകൾ ഇന്നത്തെ മത്സരത്തിൽ നടത്തി. എന്നിട്ടും 10 ഗോളോളം ബയൺ അടിക്കും. സോ ഈ കാര്യങ്ങൾ ഇന്നലെ മുസിയാലയുടെ ഹാട്രിക്ക്, മുള്ളറെ എല്ലാവരും അങ്ങ് അടിച്ചിട്ടുണ്ട്. 10 ഗോള് 10 കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മറ്റൊരു മത്സരത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും എന്നോർത്ത ഒരു മത്സരം, ഇന്നലത്തെ ബിഗസ്റ്റ് മാച്ച്, ഗ്രൂപ്പ് സ്റ്റേജിലാണ് വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് മാച്ച്. ഇന്നലെ ഓൾമോസ്റ്റ് നല്ല ക്രൗഡും കയറിയ ഒരു മാച്ചായിരുന്നു. ഈവൻ ദോ ഒരു ഡേ ടൈം മത്സരമായിരുന്നാലും മാച്ച് എൻഡ് ചെയ്തപ്പോൾ ആ സ്റ്റേഡിയം ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നിയിരുന്നു. സോ PSG വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ച്, ഇത്രയും വൺ സൈഡഡ് ആയിട്ടൊരു മാച്ചാവും ഞാൻ ഓർത്തില്ല. PSG അൺസ്റ്റോപ്പബിൾ ആണ്, പറയാതിരിക്കാൻ വയ്യ. 4-0 ആധികാരിക വിജയമാണ് PSG നേടിയത്. എല്ലാവരും അടിച്ചു. മിഡ്ഫീൽഡേഴ്സിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ഫാബിയൻ റൂയിസും വിറ്റീനയും രണ്ടുപേരും അഴിഞ്ഞാട് വരുന്ന, രണ്ടുപേരും ഗോൾ അടിച്ചു. നൂനോ മെൻഡസിന്റെ എറ്റാനഗർ വണ്ടർഫുൾ പെർഫോമൻസ്. ഓൾസോ ഹക്കീമി. അതുപോലെ തന്നെ അപ്രണ്ട് ഗോൺസാലോ റാമോസ് ആണ് ഇറങ്ങിയത്. ഡെംബെല്ലയും അതുപോലെ തന്നെ ബർക്കോളയും ഇഞ്ചറി കാരണം കളിച്ചില്ല. സോ ഗോൺസാലോ റാമോസ്, ഡെസറഡു, കവർസ്കേലിയ ഫ്രണ്ട് 3 ആയിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫാബിയൻ റൂയിസ് ഗോൾ തുടങ്ങി, രണ്ടാമത് വിറ്റീനെ അടിച്ചു. പിന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ മയൂലുവും ലാസ്റ്റ് കാംഗ്ലി പെനൽറ്റിയും കൂടെ കൺവേർട്ട് ചെയ്ത് 4-0 ഒരു കംഫർട്ടബിൾ വിജയം നേടി. ഒരു ആധികാരിക വിജയം. അപ്പുറത്ത് അത്ലറ്റിക്കോ റിയലി സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത്. സോർലോത്തിന്റെ ഒരു സിറ്റർ എന്ന് പറയുന്ന സിറ്ററിന് തന്നെ അപമാനമാണ്. അമ്മാതിരി രീതിയിലുള്ള ഒരു മിസ് ഉണ്ടായിരുന്നു. ആ ഒരു മിസ് ഒഴിച്ച് നിർത്തിയാൽ അത്ലറ്റിക്കോ കാര്യമായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. അൽവാറസ് അടിച്ച ഗോൾ ഓഫ് സൈഡ് ഗോൾ പോയി. പിന്നെ ഗ്രീസ്മാന് ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല ചാൻസ് കിട്ടി, അത് നേരെ ഡൊണറൂമയുടെ കയ്യിലോട്ട് അടിച്ചു. അവിടുന്ന് ആ ഡൊണറൂമ സേവ് ചെയ്ത സാധനം, കയ്യിൽ നിന്ന് കിട്ടിയ സാധനം ആണ് പോയി. പിന്നെ വിറ്റീനെ പോയി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ട്രാൻസിഷനിൽ ആ ഒരു അത്ലറ്റിക്കോടെ നല്ലൊരു ചാൻസ് മിസ്സാക്കിയത് എന്നാണ് വിറ്റീനെ പോയി രണ്ടാമത്തെ ഗോൾ നേടുന്നത്. സോ കംഫർട്ടബിൾ ആയിട്ടൊരു 4-0 വിക്ടറി നേടി. സിമിയോണിയൊക്കെ പോസ്റ്റ് മാച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിമിയോണി പറഞ്ഞത് 70 മില്യൺ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ വേണമായിരുന്നു, അവർ 70 മില്യൺ കൊടുത്തതാണ്ട് കവർസ്കേലിയനെ PSG കൊണ്ടുവന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് പാസ് ചെയ്തു. സോ സിമിയോണി ബോർഡിന് അഗേൻസ്റ്റ് തിരിയുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചോദിക്കേണ്ടി വരും. സോ അവിടുന്ന് നമ്മൾ മറ്റൊരു മത്സരം നോക്കാനായിട്ടാണെങ്കിൽ പോർട്ടോയും അതുപോലെ തന്നെ പാൽമേറസും ഇന്നലെ 0-0 ഡ്രോയിൽ പിരിഞ്ഞു. സോ സ്റ്റാറ്റ്സ് നോക്കാനായിട്ടാണെങ്കിൽ ഞാൻ ഈ മത്സരം കണ്ടില്ല, സ്റ്റാറ്റിസ്റ്റിക്കലിയും ആൻഡ് ഹൈലൈറ്റ്സ് ബാക്ക് ചെയ്ത് നോക്കിയപ്പോഴും കണ്ടത് പാൽമേറസ് നല്ല ഫൈറ്റ് കൊടുത്ത്, പാൽമേറസ് വേറെ ബെറ്റർ സൈഡ്, ബെറ്റർ ചാൻസുകളും ക്രിയേറ്റ് ചെയ്തു. 2 മുകളിൽ XG, അവർക്ക് 0.74 ഉള്ളൂ പോർട്ടോയ്ക്ക്. സോ ഒരു യൂറോപ്പിലെ ഒരു അത്യാവശ്യം കൊള്ളാം, ഇഫ് നോട്ട് ചാമ്പ്യൻസ് ലീഗ് സൈഡാണ് പോർട്ടോ. സോ അവർക്ക് അഗേൻസ്റ്റ് നല്ലൊരു പെർഫോമൻസ് പാൽമേറസ് കൊടുത്തു. ബെറ്റർ ടീമും പാൽമേറസ് ആയിരുന്നു. സോ അവിടുത്തെ മറ്റൊരു മത്സരത്തിൽ ബോട്ടോഫോഗോ 2-1 സിയാറ്റലിനെ തോപ്പിച്ചു, MLS ക്ലബ്ബായ സിയാറ്റലിനെ. ആ മാച്ചിനെ സ്റ്റാറ്റിസ്റ്റിക്കലി സിയാറ്റൽ XGയിലും മറ്റുമൊക്കെ മേച്ച് നിന്നത്. സോ 2 ഗെയിമിലും സിയാറ്റൽ അണ്ടർഡോഗ്സ് ആയിരുന്നു ആ മാച്ചിലും. ബട്ട് ബോട്ടോഫോഗോയ്ക്ക് അഗേൻസ്റ്റ് അവർ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. അത് റിയലി ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവിടുന്ന് നമ്മൾ നേരെ ഇനി ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കുവാണ്. സോ ഇന്നലെ ട്രാൻസ്ഫർ അപ്ഡേറ്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ പോർട്ടോയുടെ കാര്യം പറഞ്ഞല്ലോ. പോർട്ടോ ആണെങ്കിൽ ടൈലർ ഡിബ്ലിംഗ് ഡീൽ സീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. സോ റെക്കോർഡ് പോർച്ചുഗലിന്റെ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോർട്ടോ ടൈലർ ഡിബ്ലിംഗ് 25 മില്യൺ പൗണ്ട്സിന് കാര്യം നടത്താനായിട്ട് നോക്കുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോഴേക്കും സ്പോർട്ടിംഗ് ലിസ്ബന്റെ മിഡ്ഫീൽഡറായ ഹുൽമുണ്ടിന് വേണ്ടി, നമ്മുടെ സ്പോർട്ടിങ്ങിന്റെ ക്യാപ്റ്റനാണ് റാസ്മസ് ഹുൽമുണ്ടിന് വേണ്ടി ഇന്റർ മിലാൻ ടോക്സ് തുടങ്ങിയതും ഡീല് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ആസ്റ്റൺ വില്ലയും ചെൽസിയും ടോട്ടനാമും ആണ് ഗർണാച്ചോയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 3 പ്രീമിയർ ലീഗ് ക്ലബ്സ്. ഗർണാച്ചോയും പ്രീമിയർ ലീഗിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ സിഞ്ചങ്കോനെ 10 മില്യൺ പൗണ്ട്സിന് ഡീൽ ഡണ്ണാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആർസണൽ ആണെങ്കിൽ സിഞ്ചങ്കോയ്ക്ക് വേണ്ടി 10 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജ് ആണ്, ഫിക്സഡ് ഫീസ് പ്ലസ് ആഡോൺസ് ആണ് ആവശ്യപ്പെടുന്നത്. നിൽക്കുന്നത് AC മിലാനാണ് താരമായിട്ട് ഇപ്പോൾ സീരിയസ് ടോക്സ് നടത്തുന്നത്. ആൻഡ് സിഞ്ചങ്കോ AC മിലാനാണ് സിഞ്ചങ്കോ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ സിർസ്കിക്ക് വേണ്ടി മൾട്ടിപ്പിൾ സെറിയ ക്ലബ്ബുകൾ രംഗത്ത് വന്നെങ്കിലും തൽക്കാലം സിർസ്കിനെ ഈ സീസണിൽ ലോണിനോ സെയിലിനോ പ്ലാൻ ഇല്ലെന്ന് മാൻ യുണൈറ്റഡ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സീസൺ ആയിരിക്കും സിർസ്കിക്ക് നോക്കാം. അതുപോലെ തന്നെ ബ്രൈറ്റ് സെന്റർ ബാക്ക് ആയ 21 വയസ്സുകാരൻ ഹെലസ് വറാണയുടെ ഡിയേഗോ കോപ്പല്ലോനെ സൈൻ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ എല്ലാം ഡണ്ണായെന്നാണ് കേൾക്കുന്നത്. കൂടാതെ പ്രൈസ് ടാഗിന്റെ കാര്യത്തിൽ ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടില്ല.
അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ജോൺ ഡൂറാൻ നമുക്കറിയാം അൽ നാസറിലോട്ട് ഒരു വമ്പൻ മൂവ് ജാനുവരി നടത്തിയതാണ്. പക്ഷേ സംഗതി കാര്യമായിട്ട് പോയില്ല. താരം അവിടെ വിടാനായിട്ട് നോക്കുകയാണെന്നും അവൻ പോയതിനു ശേഷം അൽ നാസറിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. സോ വെസ്റ്റാം, ഫുള്ളാം, വൂൾസ് ഈ 3 പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ജോൺ ഡുറാനിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാപ്പോളിയും ഫെനർബാച്ചയും ജോൺ ഡുറാന്റെ മുമ്പിൽ ഒരു പ്രപ്പോസലുമായിട്ട് ചെന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ അവിടുന്ന് ഫിയോറന്റീനയുടെ അടുത്ത കോച്ചായി പിയോളി വന്ന കാര്യം എല്ലാവരും അറിഞ്ഞുള്ളൂ. സോ പിയോളിയുടെ ഡിമാൻഡായിരുന്നു ഈഡൻ ജക്കോനെ കൊണ്ടുവരിക എന്നുള്ളത്. സോ ജക്കോനെ ഫെനർബാച്ചെ ഈ സീസൺ കോൺട്രാക്ട് എൻഡ് ചെയ്യുകയാണ്. ഫ്രീ ഏജന്റ് ആണ്, 39 വയസ്സുകാരനാണ്. സോ 2 മില്യൺ യൂറോസ് പ്ലസ് ബോണസസിന്റെ ഒരു സാലറി പാക്കേജുമായിട്ട് ജക്കോ ഫിയോറന്റീനയിൽ ചേർന്നിട്ടുണ്ട്. സോ അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് നോക്കാനാണ് ലിവർപൂളിന് മോശമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. മറ്റൊന്നുമല്ല, കൊണാട്ടയിൽ റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആണെന്ന് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മറ്റൊരു ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അവർ നോക്കുന്നതെന്ന് കേൾക്കുന്നു. കൊണാട്ടെ 2026 ഫ്രീ ഏജന്റ് ആണ്. കൊണാട്ടയുടെ ഫ്രണ്ടിൽ ഒരു പ്രപ്പോസൽ അഥവാ ഒരു കോൺട്രാക്ട് ടോക്സിന് ലിവർപൂൾ റെഡിയാണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ പോസിറ്റീവായിട്ടല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. സോ ഈ വിൻഡോയിൽ ബൈ ദ എൻഡ് ഓഫ് ദിസ് വിൻഡോ തീരുന്നതിന് മുമ്പ് കാര്യങ്ങൾ മോശമായിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ കൊണാട്ടനെ സെല് ചെയ്തോ ഉള്ള പ്രൈസ് റേസ് ചെയ്യാനായിട്ടും ലിവർപൂൾ നോക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അസ് ഓഫ് നൗ അതിനെക്കുറിച്ച് സീരിയസ്ലി ഒന്നും ടോക്സ് നടക്കുന്നില്ല. പക്ഷെ റയൽ മാഡ്രിഡ് സിറ്റുവേഷനിൽ അവെയർ ആണെന്നും കൊണാട്ടെ ഡീലിൽ എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. അതായത് കൊണാട്ടയായിട്ട് ഇപ്പോഴേ ടോക്സ് നടത്തി 2026 ഫ്രീ ഏജന്റായിട്ട് എത്തിക്കത്തക്ക രീതിയിൽ നിന്ന് കേൾക്കുന്നു. സോ അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് പോകാനായിട്ടാണ് ലൂക്കാസ് നമേച്ച ലീഡ്സിൽ ഫ്രീ ഏജന്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. വൂൾസ്ബർഗിൽ നിന്നാണ് താരം വരുന്നത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റ് എക്കിറ്റിക്കയുടെ കാര്യത്തിലാണ്. സോ എക്കിറ്റിക്കയുടെ കാര്യത്തിൽ യുണൈറ്റഡിന് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഹ്യൂഗോ എക്കിറ്റിക്കയ്ക്ക് വേണ്ടി ഒഫീഷ്യലി ടോക്സ് നടത്തിയ ഒരേ ഒരു ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ, അതായത് ഫ്രാങ്ക്ഫുട്ടിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറും ക്രിസ്റ്റഫർ വിവലും ക്രിസ്റ്റഫർ വിവലും തമ്മിൽ ഭയങ്കര നല്ല റിലേഷൻഷിപ്പാണ്. അവർ വളരെ ക്ലോസ് ആണ്. സോ ഈ ഡീല് പ്രോഗ്രസ് ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ റിലേഷൻഷിപ്പ് കീ ആയിരിക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. എക്കിറ്റിക്ക് കീനാണ്. മാൻ യുണൈറ്റഡിന് യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലെങ്കിലും ജോയിൻ ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അൽ ഹിലാൽ ഒസിമൻ ഡീലിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ അൽ ഹിലാൽ വീണ്ടും ഒസിമന് മുമ്പിൽ ഇൻക്രീസ്ഡ് സാലറി പാക്കേജ്, നേരത്തെ 35 നിന്ന് 45 ഓഫർ വരെ പോയത്, ഇനി അതിന് മുകളിലൊരു സാലറി പാക്കേജുമായിട്ട് ഒസിമനെ സമീപിക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ഒസിമന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒസിമനുമായിട്ട് ലിവർപൂൾ, മാൻ യുണൈറ്റഡ്, ചെൽസി, അതുപോലെ തന്നെ ഇപ്പോഴും ഗ്യാരറ്റസറെ ലിങ്ക്സ് കാണാം. പക്ഷേ ഗ്യാരറ്റസറെ പുള്ളി ജോയിൻ ചെയ്യത്തില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂടാതെ ഈവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മീഡിയാസ് പുള്ളിനെ ടോട്ടൻഹാമുമായിട്ട് ലിങ്ക്സ് ചെയ്യുന്ന കണ്ടിരുന്നു. പക്ഷെ അത് സീരിയസ് അല്ല. ബട്ട് എനിക്ക് തോന്നുന്നത് ലിവർപൂൾ ലിവർപൂൾ ആൻഡ് മാൻ യുണൈറ്റഡ്. സോ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ ഒസിമൻ ഒരു നല്ല ഓപ്ഷനാണ്. സോ ഒസിമന്റെ സാലറി ഡിമാൻഡ്സ് 12 മില്യൺ യൂറോസ് ആക്കി ചുരുക്കിയിട്ടുണ്ട് ഫോർ എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകൾ എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നൈസിന്റെ ഫോർവേഡായ ഇവാൻ ഗ്യൂസന്റിന് വേണ്ടി നമ്മൾ നോക്കാനായിട്ടാണ് ഫെനർബാച്ചെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ OGC നൈസിന് വേണ്ടി 13 ഗോളും 10 അസിസ്റ്റും ഈ താരം നേടിയിരുന്നു. അടുത്ത അപ്ഡേറ്റോട് പോകാനാണെങ്കിൽ അഡാമ ബോയങ് 11 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് റെയിംസിൽ നിന്നും വെസ്റ്റാം സൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീങ്ങുവാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ അഡാമ ബോയങ് 21 വയസ്സുകാരനാണ്. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ AC മിലാൻ ജാവി ഗ്വേറേനെ ലീഗ് കാണുന്നവർക്ക് അറിയായിരിക്കും. വലൻസിയയുടെ മിഡ്ഫീൽഡറാണ്. 25 മില്യൺ യൂറോസ്, 22 വയസ്സുകാരനാണ്. സോ ജാവി ഗ്വേറയ്ക്ക് വേണ്ടി ഇപ്പോൾ AC മിലാൻ സീരിയസ്ലി ടോക്സ് നടത്തുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ബാഡ് ഡീൽ. AC മിലാൻ അങ്ങനത്തെ പ്രൊഫൈലുകൾ നോക്കണം. AC മിലാൻ സിൻജങ്കോ, റാബിയോട്ട ഇങ്ങനത്തെ ലിങ്ക്സ് ഒക്കെ മേക്ക് സെൻസ്. അതുപോലെ തന്നെ AC മിലാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗ്രെനിറ്റ് ചാക്കയ്ക്ക് വേണ്ടി AC മിലാൻ ടോക്സ് നടത്തി കാര്യങ്ങളെല്ലാം അഗ്രി ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് കേൾക്കുന്നു. ചാക്ക AC മിലാനെ ജോയിൻ ചെയ്യാൻ കീയാണെന്ന്. ഗ്രെനിറ്റ് ചാക്കയ്ക്ക് വേണ്ടി AC മിലാൻ വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രപ്പോസൽ ബയർ ലെവർകൂസന്റെ മുമ്പിൽ വിടുമെന്ന് കേൾക്കുന്നു. സോ അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജസ്റ്റിൻ ക്ലൈവേർട്ടിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ക്ലൈവേർട്ടിന് വേണ്ടി നമ്മുടെ ടെൻഹാഗിന്റെ ബയർ ലെവർകൂസൻ നീങ്ങുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ക്ലൈവേർട്ടും ബയർ ലെവർകൂസനെ ജോയിൻ ചെയ്യാൻ കീ ആണെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. താരം ബോൺമുത്ത് വിടാനായിട്ട് റെഡിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. റെഡിയാണ്. 26 വയസ്സുകാരൻ. ലെവർകൂസൻ ഫ്ലോറിയൻ വിറ്റ്സിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ക്ലൈവേർട്ടിനെയാണ് നോക്കുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ ക്ലൈവേർട്ടിൽ ടെൻഹാഗ് യുണൈറ്റഡിലായിരുന്നപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ്. സോ മേക്ക് സെൻസ് എന്തുകൊണ്ട് പുള്ളി നോക്കുന്നു എന്നുള്ള കാര്യത്തിൽ.
സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് വരുന്ന വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളത്? അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.